പത്തനംതിട്ട, കോട്ടയം ജില്ലകൾ കേന്ദ്രീകരിച്ച് മാല പൊട്ടിക്കുന്ന സംഘമാണ് മല്ലപ്പള്ളിയിൽ അറസ്റ്റിലായത്. കോട്ടാങ്കൽ സ്വദേശി ഐസക് സെബാസ്റ്റ്യൻ, പുന്നവേലി സ്വദേശി ഷാജഹാൻ, മല്ലപ്പള്ളി മേലെത്തെക്കേതിൽ ബാബു, തിരുവല്ല സ്വദേശി ജോബി എന്നിവരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പ്രഭാത സവാരിക്കിറങ്ങുന്നതും ആരാധനാലയങ്ങളിലും മറ്റും ഒറ്റയ്ക്ക് പോകുന്ന പ്രായമായ സ്ത്രീകളുമായിരുന്നു ഇവരുടെ ഇരകളിലേറെയും. കവർച്ച സമയത്ത് ഇരകളെ മാരകമായി പരിക്കേൽപ്പിക്കുന്ന രീതിയാണ് സംഘത്തിന്റെ പ്രത്യേകത. നാലംഗ സംഘത്തിലെ മുഖ്യ സൂത്രധാരനായ ഐസക് സെബാസ്റ്റ്യനാണ് കാറുകൾ വാടകയ്ക്കെടുത്ത് കവർച്ച ആസൂത്രണം ചെയ്തിരുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 21-ന് പുന്നവേലി സ്വദേശിയായ 80-കാരിയെ തള്ളിയിട്ട് മാല കവർന്ന സംഘത്തെ കേന്ദ്രീകരിച്ച് കീഴ്വായ്പൂർ SI B രമേശന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കാർ ചങ്ങനാശ്ശേരിയിൽ നിന്നും സംഘം വാടകയ്ക്കെടുത്തതാണെന്ന് കണ്ടെത്തി. ഇതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. എന്നാൽ പോലീസ് പിന്നാലെയുണ്ടെന്ന് മനസ്സിലാക്കിയ സംഘം ഫോൺ നമ്പറുകൾ മാറ്റിയും വിവിധ സ്ഥലങ്ങളിൽ മാറി താമസിച്ചും അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു. ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ വിറ്റ് കണ്ണൂരിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒന്നാം പ്രതി ഐസക്കിനെ ഷാഡോ പോലീസ് ചങ്ങനാശ്ശേരിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. തുടർന്നാണ് സംഘാംഗങ്ങളെ അറസ്റ്റ് ചെയ്തത്. പിടിയിലായ ഐസക്, ജോബി, ഷാജഹാൻ എന്നിവർക്കെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട്. നാലാം പ്രതിയായ ബാബുസാർ എന്ന് വിളിക്കുന്ന ബാബുവിനെതിരെ മുൻപ് കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിടിക്കപ്പെടാത്ത സാഹചര്യത്തിൽ പത്തനംതിട്ടയിലെ ബാങ്കിലും തൃശ്ശൂരിലെ പെട്രോൾ പമ്പിലും കവർച്ച നടത്താനും ഇവർ പദ്ധതിയിട്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ചെന്ന് കണ്ടെടുത്തോളം ഏറ്റവും കൂടുതൽ മുറിവ് പറ്റിയത് പുന്നവേലിയിലെ കംപ്ലൈൻറ്റിനാണ്. അവരുടെ തലയ്ക്ക് നല്ല മുറിവായിരുന്നു. അതുപോലെ ഇവർ ഏറ്റവും പ്രായം കൂടുതൽ 83, ഇപ്പോൾ കണ്ടേക്കുന്ന എല്ലാം 83, 82, 78, 74 വയസ്സ് അത്രയുള്ളത്. അപ്പം അവരാകുമ്പോൾ പ്രതികരിക്കാൻ നിൽക്കത്തില്ല. പെട്ടെന്ന് കാര്യങ്ങൾ അതിരാവിലെ ഓരോ കാര്യങ്ങൾ. കറുകച്ചാൽ, തൃക്കൊടിത്താനം, ആനിക്കാട്, വാകത്താനം തുടങ്ങിയ സ്ഥലങ്ങളിൽ അടുത്തിടെ നടന്ന മാലപൊട്ടിക്കൽ കേസുകൾ ഇവരുടെ അറസ്റ്റോടെ തെളിഞ്ഞു. വിവിധ ഇടങ്ങളിൽ പണയം വെച്ച് 5 മാലകൾ ഉൾപ്പെടെ 21 പവൻ സംഘത്തിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം തിരുവല്ല DYSP, മല്ലപ്പള്ളി CI, കീഴ്വായ്പൂർ SI, ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ച പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത്.